വെള്ളം ഇറങ്ങി. ഹായ്, ചെറുമീനാ, ചെറുമീൻ. ഉയ്യോ, ഹായ് മച്ചാമാരെ, നമ്മളപ്പോൾ ഇന്ന് ഇറങ്ങിയേക്കുന്നത് ചെറുമീൻ പിടിക്കാനാണ് കേട്ടോ. നമ്മൾ ചുമ്മാ വീട്ടിൽ ഇരിക്കുമായിരുന്നു. വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് നമുക്കൊരു കോള്, എടാ ചെറുമീൻ വല്ലതും കിടപ്പുണ്ടോ, ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പം നിലവിൽ നമ്മുടെ ഒന്നും കിടപ്പില്ലായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് നേരെ വൈകുന്നേരം ഒന്ന് ഇറങ്ങി നോക്കിയേക്കാന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങിയതാണ്. സമയം ഇപ്പോൾ 3 മണിയായിട്ടുണ്ട്. നമുക്ക് ഒരു ചെറുമീൻ പിടിക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ചെറുമീൻ പിടിക്കുക, അതിനെ കൊടുക്കുക, അതാണ് ലക്ഷ്യം. നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. ചെറുമീൻ കിട്ടുമോ, ആ ചെറുമീൻ കൊടുക്കുമ്പോൾ എത്ര രൂപ കിട്ടും എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ബാ. അപ്പോൾ മച്ചാമാരെ, നമ്മളിന്ന് പിടിക്കാൻ വേണ്ടി ഇത്രയും ഫ്രോഗും ഐറ്റംസും ഒക്കെ ഉണ്ട്. ഫ്ലിപ്പുണ്ട്, ഡീപ്പ് വാട്ടർ ഉണ്ട്, പരലിൻ്റെ തന്നെ ഒരു ഡീപ്പ് വാട്ടർ ഉണ്ട്, ടോപ്പ് വാട്ടർ ഉണ്ട്. പിന്നെ അത് ഈ ഫ്രോഗുകൾ, ഈ കാണുന്ന ഫ്രോഗുകൾ മൊത്തം നമുക്കിന്ന് എറിയാനുള്ളതാണ്. നമുക്ക് പലത് മാറി മാറി എറിയാം. മീനടിക്കോ ഇല്ലയൊന്നും അറിയത്തില്ല. നമുക്ക് നേരെ പോയി നോക്കാം. ഇപ്പോൾ നമ്മുടെ വള്ളത്തിലെ വെള്ളമൊക്കെ നമ്മൾ പൂരി കളഞ്ഞ് സെറ്റാണ്. നേരെ കാറ്റുണ്ട്, ശകലോടെ സമയം കഴിയണം, കാറ്റൊന്ന് മാറണം, അല്ലെങ്കിൽ വള്ളം നിൽക്കത്തില്ല. ചൂട് എറിയുമ്പോൾ കറക്റ്റ് സ്ഥലത്ത് പോയി സ്പോട്ടിൽ പോയി വീഴത്തില്ല, ബാക്ക്ലാഷ് അടിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് നമുക്ക് ആ ഒരു ചെറുമീൻ, അതാണ് നമ്മുടെ ടാർഗറ്റ്. നമുക്ക് നോക്കാൻ കിട്ടുമല്ലോ അത്. നേരെ നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടന്നേക്കാം. നല്ല കാറ്റുണ്ട്, വെള്ളം കൊണ്ട് ഇറങ്ങേണ്ട താമസമുള്ളൂ. കാറ്റ് പിടിച്ച് വെള്ളം കൊണ്ടുപോകും. നമുക്കിന്ന് വലത്തോട്ട് പോകണം, ഇടത്തോട്ട് പോകണം. കാറ്റ് ഇങ്ങോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ ചെല്ലേണ്ടി വരും. നമുക്ക് ഇങ്ങോട്ട് പോകാം, ഇടത്തോട്ട് പോകാം. കണ്ടോ, കാറ്റ് പിടിച്ച് കാറ്റ് പിടിച്ച് കാറ്റ് പിടിച്ച് കാറ്റ് പിടിച്ച് കാറ്റ് പിടിച്ച്. അയ്യോ, വെള്ളം ഇറങ്ങി. വെള്ളം കാറ്റ് പിടിച്ചോണ്ട്, അല്ലെങ്കിൽ അടിച്ചാൽ എന്നാ ചെയ്യാനാ. പക്ഷേ ഫസ്റ്റ് എയറായിരുന്നു. ഈ വെള്ളം കാറ്റ് പിടിച്ച് പോകുന്നുള്ള, നിൽക്കുന്നില്ല. ഓഹ് ഗൈസ്, എന്നാ ചെയ്യാനാ, വെള്ളം നിന്നില്ല. വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ ഇച്ചിരി സമയം കൊടുത്തിരുന്നത് അടിച്ചാൽ വലിയ മീനായിരുന്നു. ഓഹ്, അത് മിസ്സായി ഗൈസ്. ആ വള്ളത്തെ ഇതുപോലെ കാറ്റ് പിടിച്ചുകൊണ്ട് ഒരു രക്ഷയില്ല. നമ്മൾ ഇറങ്ങി ചെന്നപ്പോൾ അടി കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. നല്ല അടിയായിപ്പോയി. എന്നാ ചെയ്യാനാ, കൊണ്ടുമില്ല. ഗായ്സ്, ഒരു വരാലടിച്ചിട്ടുണ്ട്. പ്രോപ്പർ ഹുക്കപ്പ് കേട്ടോ, പക്ക ഗൈസ്, പക്ക ഹുക്കപ്പ് കണ്ടോ, കറക്റ്റാ. ചെറിയ താടിക്ക് ചെറിയ ഡാമേജ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, എത്ത പോകത്തില്ല. നമുക്ക് കുളത്തിൽ കൊണ്ടിടാം. ഒയ്യോ, ഇപ്പം പോയേനെ. എന്തോ അടിച്ചിട്ടുണ്ട്. ഓ, ഒരു വരാലടിച്ച അടിയുണ്ടോ. ഓ,
ചെറുമീൻ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. നമുക്ക് വരാല വിലക്കാലം കൊടുക്കാം, അതാണ് നടക്കുള്ളൂ. അവർക്ക് ചെറുമീൻ തന്നെ വേണമെന്ന് നമുക്ക് വിളിച്ച് ചോദിക്കാം. ഒരു വരാലടിച്ച് അടിയാ, എന്നാ പിടുത്താ പിടിച്ചേ. പ്രോപ്പർ ഹുക്കപ്പ് ഇതുണ്ടോ, പക്ക ഹുക്ക്. കുറച്ചുകൂടെ പോയതെങ്കിൽ പോയേനെ ചിലപ്പം കേട്ടോ. ഇവനെ പാക്ക് ചെയ്യാം. അപ്പോൾ അതേ നമുക്ക് രണ്ടാമത്തെ വരാൽ കിട്ടിയിട്ടുണ്ട്. 2 വരാൽ കിട്ടി. നമ്മളിത് കൂട്ടുകാരുടെ ചെറുമീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് ചെറുമീനൊന്നും അടിക്കുന്നില്ല, വരാലടിച്ചിട്ടുണ്ട് 2 എണ്ണം. നമുക്ക് തൽക്കാലം ചെറുമീന് പകരം വരാലും മതിയോ എന്ന് ചോദിക്കാം. പക്ഷെ സമയം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് സമയം. ക്യാമറ 24% ചാർജേ ഉള്ളൂ. പിന്നെ ഇരുട്ട് വാകുന്നുണ്ട്, ഒരു അരമണിക്കൂറൂടെ ഇങ്ങനെ എറിയാൻ പറ്റുള്ളൂ. സമയം കളഞ്ഞില്ല, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറുമീൻ കിട്ടിയാൽ അവന് ഭാഗ്യമുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് വരാൽ ആർക്കെങ്കിലും കൊടുക്കാം. ഗൈസ്, നമുക്ക് ഒരു വരാലൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഓഫായിരുന്നു, ചാർജ് ഇല്ലാത്തതുകൊണ്ട് മീൻ അടിച്ച് കഴിയുമ്പോൾ ഓണാക്കുള്ളൂ. നല്ല അടിയായിരുന്നു, നല്ല സ്ട്രൈക്കായിരുന്നു. ചെറുമീനാ, ചെറുമീൻ. അയ്യോ, ചെറുമീനാണ് കേട്ടോ. ഗൈസ്, അവസാനം നമുക്ക് ചെറുമീൻ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. പക്ഷെ ചെറുതായിപ്പോയി. നമ്മുടെ കൂട്ടുകാരന് ഇച്ചിരി ലക്കുണ്ട് കേട്ടോ, ചെറുമീൻ അടിച്ച് കേട്ടോ. പക്ഷെ ചെറുതാണ്, ഒരു വരാലിൻ്റെ വലിയൊരു വരാലിൻ്റെ സൈസേ ഉള്ളൂ സംഭവം. കുഴപ്പമില്ല, തൽക്കാലം നമ്മളിതിനെ എടുക്കുവാണ്. അപ്പോൾ അവർക്ക് അതുപോലെ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് വരാലും ചെറുമീനോടെ കൂട്ടി കൊടുത്തേക്കാം, അതാണ് നടക്കുള്ളൂ. തൽക്കാലം ഇവനെ പാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 വരാലും ആ ചെറിയൊരു ചെറുമീനും കിട്ടിയിട്ടുണ്ട്. മതി, 2 കിലോ ഉണ്ട്. അപ്പോൾ മച്ചാന്മാരെ, സംഭവം ഇരുട്ടിയിട്ടുണ്ട്, ക്യാമറയുടെ ചാർജും തീർന്ന്. അപ്പോൾ നമ്മൾ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുവാണ്. ഒരു ചെറിയൊരു ചെറുമീനും 2 വരാലും ഉണ്ട്. പിന്നെ നമ്മൾ വള്ളം ഇടുന്ന കടവ് വരെ എറിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ക്യാമറ ഓഫാക്കി വെക്കുക, മീൻ അടിക്കുവാണെങ്കിൽ ഓണാക്കി കാണിക്കാം. അപ്പം ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ വേറൊന്നും പറയാനില്ല. നേരത്തെ അവിടെയാണ് നമ്മുടെ വള്ളക്കടവ് കിടക്കുന്നത്, അങ്ങോട്ട് നേരെ തുഴഞ്ഞു പോകുന്ന വഴി കാസ്റ്റ് ചെയ്തു. ഇത്രയും പരിപാടിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.